വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കുവാനുള്ളത്. കുറച്ചു ദിവസങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ശക്തമായ മഴ കേരളത്തിൽ പല ജില്ലകളിലും നാശം വിധിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാനും ദിവസങ്ങളായി 2018 സമാനമായ രീതിയിലേക്കാണ് മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. ഇത്തരത്തിൽ വളരെ ശക്തമായ മഴ അടുത്ത 2-3 ദിവസം കൂടി തുടരുകയാണെങ്കിൽ കേരളത്തിലെ വിവിധ ജില്ലകൾ ചിലപ്പോൾ വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇപ്പോൾ ലഭിച്ച വാർത്ത അനുസരിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളോട് അറിയിക്കാനുള്ളത്. ഇത്തരത്തിൽ മഴ വളരെ ശക്തമായി തുടരുകയാണെങ്കിൽ പല അനിഷ്ട സംഭവങ്ങളും നമ്മുടെ പല ജില്ലകളിലും കാണുവാനായിട്ട് ഇടയായിത്തീരും. ഇതുകൂടാതെ തന്നെ എല്ലാ വർഷവും ജൂൺ 1-ാം തീയതിയാണ് സ്കൂൾ തുറക്കാറുള്ളത്. എന്നാൽ അതിന് വിപരീതമായി ഈ വർഷം ജൂൺ 1-ന് സ്കൂൾ തുറക്കുകയില്ല എന്നാണ് അറിയുവാൻ കഴിഞ്ഞിരിക്കുന്നത്. ശക്തമായ മഴയായതിനാൽ നാളെ ശനിയാഴ്ച കോട്ടയം ജില്ലയ്ക്കും കൊല്ലം ജില്ലയ്ക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അതുകൂടാതെ തന്നെ ഈ ജൂൺ 1-ന് സ്കൂൾ തുറക്കുകയില്ല. ജൂൺ 1-ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ജൂൺ 1-ന് സ്കൂൾ തുറക്കാത്തത്. അതുകൊണ്ട് ഈ തവണ ജൂൺ 2 തിങ്കളാഴ്ചയായിരിക്കും സ്കൂൾ തുറക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ജൂൺ 2-ന് തന്നെ സ്കൂളിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കുക. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ പെട്ടെന്ന് അറിയുവാനായിട്ട് നിങ്ങൾ ദയവായി ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാർത്തകൾ എത്രയും പെട്ടെന്ന് തന്നെ അറിയുവാനും സാധിക്കും. മഴ വളരെ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ എല്ലാ കുട്ടികളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതിരിക്കുന്നു. കാരണം കുട്ടികൾ കുളത്തിലോ തോട്ടിലോ മറ്റും കുളിക്കുവാനൊന്നും പോകാതെ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം മഴ വളരെ ശക്തമായിട്ട് പെയ്യുന്നതിനാൽ തോടുകളിലും കുളങ്ങളിലും മറ്റും വളരെ വെള്ളക്കെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിലും നമ്മൾ ഇറങ്ങി നിന്നാൽ പോലും താഴ്ന്നു പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാവരും സേഫായിട്ട് അവരവരുടെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുക. പിന്നെ അതുകൂടാതെ തന്നെ കൊറോണ വ്യാപനം വളരെ ശക്തമായി വീണ്ടും വരികയാണെന്ന് തോന്നുന്നു. ആയതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ മാസ്ക് എല്ലാം ധരിച്ച് കൊണ്ടും സാമൂഹിക അകലം പ്രാപിച്ചുകൊണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ നിങ്ങൾക്ക് കൊറോണ രോഗം വീണ്ടും വരാതിരിക്കുവാനായിട്ട് സാധിക്കും. പിന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവി ജീവിതം സുരക്ഷിതകരമായിരിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വാർത്തകൾ